എന്ന് പറഞ്ഞു പോകുന്നു. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഭയങ്കര കോപമുള്ള ആൾ, കോപക്കാരനാണ്, അല്ലെങ്കിൽ കോപക്കാരിയാണ്, ഞാനൊരു ദേഷ്യക്കാരനാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് തെറ്റായ ഒരു ധാരണയാണ്. അത് ഈ വചനവുമായി ചേർത്ത് വയ്ക്കാവുന്നതാണ്. അത് തൻ്റെ സ്വഭാവമായി മാറിയതായിട്ട് അവർക്ക് തോന്നുന്നു. അതിനെ ലാഘവ ബുദ്ധിയോടുകൂടെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാൻ പോലും അവർക്ക് തോന്നുന്നത്. ആകയാൽ ഈ ലാഘവ ബുദ്ധിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരികെ വരികയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അല്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? കർത്താവ് നമ്മളെ ശിക്ഷിക്കും, കുറ്റം വിധിക്കും എന്നാണ് വചനത്തിൽ പഠിപ്പിക്കുന്നത്. പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. അതിന് തൊട്ടു മുമ്പ് പറയുന്നത്, കർത്താവിന് കോപമില്ല എന്ന് നീ പറയുന്നു. ഞാൻ ദേഷ്യക്കാരനാണെന്ന് പറയുന്നവൻ്റെ വിചാരം കർത്താവിന് ഇതൊന്നും വലിയ